പശ്ചിമേഷ്യൻ യുദ്ധം കനക്കുന്നു. നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ച് ഇറാന്റെ ഇടക്കാല ഭരണാധികാരിയെ ഇസ്രയേൽ വധിച്ചെന്ന് റിപ്പോർട്ട്. സൗദി ആരാംകോ റിഫൈനറിയിലും ഒമാനിൽ എണ്ണക്കപ്പലിന് നേരെയും ആക്രമണം. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. യൂറോപ്പിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളം ആക്രമിച്ചു. അമേരിക്കയുടെ F-15 വിമാനം തകർത്തു. വിമാനം വീണത് കുവൈറ്റിലെ US ബേസിലും എംബസിക്കും നേരെ ഇറാന്റെ ആക്രമണം. ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. ബഹ്റിനിൽ മുന്നറിയിപ്പ് സൈറണുകൾ. അബുദാബിയിൽ സ്ഫോടനങ്ങൾ. പ്രത്യാക്രമണത്തിന് ഖത്തർ. യുദ്ധവിമാനങ്ങൾ ഒരുക്കുന്നു. ഗൾഫിലെ SSLC+2 പരീക്ഷകൾ മാറ്റിവെച്ചു. വിമാന സർവീസുകളിൽ ഇപ്പോഴും അനിശ്ചിതത്വം. ഗൾഫിലേക്കുള്ള കൂടുതൽ സർവീസുകൾ റദ്ദാക്കി. യൂറോപ്പിലേക്കുള്ള റൂട്ടുകളിലും അനിശ്ചിതത്വം. കേരളത്തിൽ നിന്നുള്ള സർവീസുകളും നിലച്ചു. രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയും കുതിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $82.37 ഓഹരി വിപണിയിൽ വൻ തകർച്ച. സ്വർണത്തിനും വില കുറഞ്ഞു. CPM സിറ്റിംഗ് MLA-മാരിൽ MM മണിക്കും AC മൊയ്തീനും മത്സരിക്കില്ല. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ സ്ഥാനാർത്ഥി. കുന്നംകുളത്ത് M സ്വരാജിനെ മത്സരിപ്പിക്കാൻ നീക്കം. 6 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കി CPI. കുറ്റ്യാടി സീറ്റിനെ ചൊല്ലി CPM കേരള കോൺഗ്രസ് തർക്കം. കോൺഗ്രസിൽ 40 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണ. പാലക്കാട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകും. വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം. പ്രഖ്യാപനം പുതുയുഗയാത്രയ്ക്ക് ശേഷം. ആറ്റുകാൽ പൊങ്കാല നാളെ നടക്കും. ഒരുക്കങ്ങൾ പൂർണ്ണം. ഭക്തി നിർഭരമായി ചോറ്റാനിക്കര മകം തൊഴൽ.